എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു വെള്ളക്കടല മസാലക്കറി തയ്യാറാക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ചോലെ മസാലയാണ്. അപ്പോൾ ഇത് ഭട്ടൂരയുടെ കൂടെയും അതുപോലെ ചപ്പാത്തി, നാൻ, പൊറോട്ട എല്ലാത്തിനും കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അധികം താമസിയാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് കളറിലും അതുപോലെ ടേസ്റ്റിലും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 1.5 കപ്പ് കടല 8 മണിക്കൂർ നേരം കുതിർത്ത് ഒരു പ്രഷർ കുക്കറിൽ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കടല നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു കടല നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഈ കടലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ടീ ബാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടീ ബാഗോ അല്ലെങ്കിൽ തേയിലപ്പൊടിയോ നിങ്ങൾക്ക് ചെറിയൊരു കോട്ടൺ ക്ലോത്തിൽ ഒന്ന് കിഴി കെട്ടിയിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു ടീ ബാഗ് ഇടുന്ന ഒരു സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ 2 ടീ ബാഗ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കടല വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു കളറിൽ കിട്ടും. ഒരു നല്ലൊരു ബ്രൗൺ നിറം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊരു 5-6 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 6 വിസിൽ വന്ന് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കടല ഇപ്പോൾ ഒരു ബ്രൗൺ നിറത്തിൽ ഈ ഒരു കടല വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൽ നിന്ന് ആ ടീ ബാഗ് എടുത്ത് മാറ്റിയിട്ട് കളയാം. ഇനി നമുക്കിതെങ്ങനെ കറിയാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലോ ഗീയോ ബട്ടറോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 2 ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, അതുപോലെ 3 ഗ്രാമ്പു, അതുപോലെ തന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൂടാതെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സ്പൈസൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ സവാളയും പച്ചമുളകും കൂടി ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കറിക്ക് നല്ലൊരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ മാംഗോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാങ്ങ ഉണങ്ങിയ പൗഡറാണ്. എല്ലാ ഷോപ്സിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ആംചൂർ പൗഡർ എന്നാണ് പറയുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരുപാട് എണ്ണ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വാടിക്കിട്ടും.
ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടച്ചു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരുപാടങ്ങ് ചാറ് പോലെ വേണ്ട, കുറച്ച് കുറുകിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കടല നമ്മൾ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് മുൻപായിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കാനായിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണിത്. ഇത് ഉലുവയുടെ ഇല ഉണക്കിയതാണ്. അപ്പോൾ അത് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതും സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ ഈ ഒരു കറിക്ക് എക്സ്ട്രാ ടേസ്റ്റാണ്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റുള്ള കറി റെഡിയായി. ഇനി നമുക്കിതൊരു കുറച്ച് മല്ലിയില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. മല്ലിയില കൂടുതൽ ചേർക്കുന്നതിനുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഭട്ടൂരയുടെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കടലക്കറി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്